മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈശോ ഈ ദിവസം നിങ്ങളെല്ലാവരെയും സംരക്ഷിക്കുകയും പരിപാലിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവിന്റെ സംരക്ഷണവും സഹായവും ഈ ദിവസം മുഴുവനും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ലഭിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കൃപ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിന്റെ 9-ാമത്തെ അധ്യായത്തിന്റെ 18 മുതൽ 26 വരെയുള്ള തിരുവചന ഭാഗങ്ങളിൽ 2 കാര്യങ്ങളാണ് നമ്മൾ കാണുക. ഒന്ന്, ഒരു ഭരണാധികാരിയുടെ മകള് മരിച്ചുപോയി, അവളെ ഈശോ ജീവനിലേക്ക് പ്രവേശിപ്പിക്കുകയാണ്. 2, ഒരു രക്തസ്രാവക്കാരി കർത്താവിനെ തൊട്ട് സൗഖ്യം നേടുന്നു. 2 പേരുടെയും വിശ്വാസം അവരുടെ പുതിയ ജീവിതത്തിന് കാരണമായി തീരുകയാണ്. ബാലിക മരിച്ചിട്ടും ഉയർത്തെഴുന്നേറ്റത് വിശ്വാസം കൊണ്ട്, രക്തസ്രാവക്കാരി സൗഖ്യപ്പെട്ടത് വിശ്വാസം കൊണ്ട്. വിശ്വാസം അത്ഭുതങ്ങൾക്ക് വാതിൽ തുറക്കുന്ന ശക്തിയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കണമെങ്കിൽ, സൗഖ്യങ്ങളും വിടുതലുകളും ഉണ്ടാകണമെങ്കിൽ വിശ്വാസത്തിന്റെ ആഴമുണ്ടായിരിക്കണമെന്ന് നമ്മൾ മനസ്സിലാക്കുക. തൊട്ടാൽ സൗഖ്യം പ്രാപിക്കുമെന്നുള്ള രക്തസ്രാവക്കാരിയുടെ വിശ്വാസം അവൾക്ക് സൗഖ്യത്തിന് കാരണമായി തീരുകയാണ്. മരിച്ചു കിടന്ന തന്റെ മകളെ കർത്താവ് തൊട്ടാൽ സൗഖ്യം പ്രാപിക്കുമെന്ന് വിശ്വാസം ഭരണാധികാരിക്കുണ്ടായപ്പോൾ ആ മരിച്ച മകൾ സൗഖ്യം പ്രാപിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, എത്ര വലിയ വിശ്വാസം! നമുക്ക് ആർക്കെങ്കിലും ഈ വിശ്വാസമുണ്ടോ? മരിച്ചു കിടക്കുന്നവള് സൗഖ്യം പ്രാപിക്കുമെന്ന് ആ മനുഷ്യൻ വിശ്വസിച്ചു. തൊട്ടാ സൗഖ്യം ലഭിക്കുമെന്ന് രക്തസ്രാവക്കാരി വിശ്വസിച്ചു. ഈ വിശ്വാസം നമുക്കുണ്ടായിരിക്കണം. പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാളിന് നമ്മൾ ഓരോരുത്തരും ഒരുങ്ങുമ്പോൾ അമ്മയിലുണ്ടായിരുന്ന വിശ്വാസവും ഇതുതന്നെയാണ്. വിശ്വാസത്തിന്റെ ആഴം ദർശിച്ചവളാണ് പരിശുദ്ധ അമ്മ എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിയിരിക്കണം. അമ്മ ജീവിതത്തിൽ കടന്നുപോയ നൊമ്പരത്തിന്റെ വഴികൾ എത്ര വലുതാണ്. അമ്മയ്ക്ക് ലഭിക്കുന്ന ഈശോയുടെ ജനനത്തെക്കുറിച്ചുള്ള അറിയിപ്പ് പോലും മംഗളവാർത്ത എന്ന് നമ്മൾ പറയുമ്പോൾ അമ്മയ്ക്ക് നൊമ്പരം നൽകുന്ന വാർത്തയായിരുന്നു. കല്ലെറിഞ്ഞ് കൊല്ലപ്പെടേണ്ട അവസ്ഥയെക്കുറിച്ചുള്ള വാർത്തയാണ് പരിശുദ്ധ അമ്മ ശ്രവിക്കുന്നത്. പക്ഷെ അമ്മ ദൈവത്തിനൊന്നും അസാധ്യമല്ലെന്നുള്ള ദൈവദൂതന്റെ വാക്ക് കേട്ട നിമിഷത്തിൽ ഇത് എന്നിൽ സംഭവിക്കട്ടെ എന്ന് പറഞ്ഞ് ഏറ്റെടുക്കുന്നത് നമ്മൾ കാണുകയാണ്. വിശ്വാസത്തിന്റെ ആഴം. പരിശുദ്ധ അമ്മയ്ക്ക് വിശ്വാസം ആത്മവിശ്വാസമായിരുന്നു. ആത്മവിശ്വാസം എന്റെ ജീവിതത്തിൽ ദൈവത്തിനൊന്നും അസാധ്യമല്ലെന്നുള്ളതായിരുന്നു. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വിശ്വാസം ആത്മവിശ്വാസമായിട്ട് മാറണം. എന്റെ ദൈവം എന്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്കെല്ലാം സാധ്യമാണ്. എന്റെ ദൈവത്തിനൊന്നും അസാധ്യമല്ല. ഞാൻ ചെയ്യുന്ന പരീക്ഷയിൽ എനിക്ക് വിജയം ലഭിക്കും, കാരണം എന്റെ ദൈവം എന്റെ കൂടെയുണ്ട്. ഞാൻ ചെയ്യുന്ന ബിസിനസ്സിൽ എനിക്ക് വിജയം ലഭിക്കും, കാരണം എന്റെ ദൈവം എന്റെ കൂടെയുണ്ട്. ഞാൻ ചെയ്യുന്ന സകല കാര്യങ്ങളിലും എനിക്ക് വിജയം ലഭിക്കും, കാരണം എന്റെ ദൈവം എന്റെ കൂടെയുണ്ട്. ഈ ആത്മവിശ്വാസം നമുക്കുണ്ടോ? പരിശുദ്ധ അമ്മയ്ക്ക് വിശ്വാസം ആത്മവിശ്വാസമായിരുന്നുവെങ്കിൽ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ ഈ വിശ്വാസം നമുക്കും ആത്മവിശ്വാസമായിട്ട് മാറണം. അപ്പോഴാണ് നമുക്ക് രക്ഷ ലഭിക്കുകയുള്ളൂ, അപ്പോഴാണ് നമുക്ക് വിടുതൽ ലഭിക്കുകയുള്ളൂ, അപ്പോഴാണ് നമുക്ക് വിജയം ലഭിക്കുകയുള്ളൂ, അപ്പോഴാണ് നമുക്ക് ഉയർച്ച ലഭിക്കുകയുള്ളൂ എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിയിരിക്കുക. കർത്താവിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ അമ്മയുടെ മാതൃക വിശ്വാസം ആത്മവിശ്വാസമായിട്ട് മാറട്ടെ. വിശ്വാസത്തോടെ കരങ്ങളെ യാചനയോടെ പിടിച്ച നമ്മുടെ ജീവിതത്തെ ഈശോയ്ക്ക് കൊടുത്ത് നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ഈശോയെ മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. ഇവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ. ഇവരുടെ ജീവിതങ്ങളിലേക്ക്, ഇവരുടെ അധ്വാനങ്ങളിലേക്ക്, ഇവരുടെ നൊമ്പരങ്ങളിലേക്ക്, ഇവരുടെ കഷ്ടപ്പാടുകളിലേക്ക് അങ്ങിറങ്ങിച്ചെല്ലണമേ. ഇവരെ ഓരോരുത്തരെയും സഹായിക്കണമേ, സംരക്ഷിക്കണമേ, പരിപാലിക്കണമേ. ഇവരുടെ ജീവിത വഴികളിൽ നിന്ന്, അധ്വാന മേഖലകളിൽ നിന്ന് സർവ്വ തിന്മകളും ബന്ധനങ്ങളും കെട്ടുകളും പിശാചിക ഉപദ്രവങ്ങളും നാരകീയ ശക്തിയുടെ പ്രവർത്തനങ്ങളും പൈശാചിക അരൂപികളുടെ പ്രവർത്തനങ്ങളും നിർവീര്യമായി തീരട്ടെ എന്ന് കൽപ്പിക്കുന്നു. എല്ലാ കെട്ടുകളും അന്ധവിശ്വാസത്തിന്റെ കെട്ടുകളും ഇപ്പോൾ നിർവീര്യമായി തീരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന. ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധ ആത്മാവുമായി സർവേശ്വര എന്നേക്കും. ആമേൻ.